നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നയിക്കുന്നവരുടെ ചിന്താഗതികൾ ഇപ്പോഴും മധ്യകാലഘട്ടത്തിൽ തങ്ങി നിൽക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തിരുച്ചിറപ്പള്ളി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന ആ വാർത്ത വരുന്നത്. വസ്ത്രധാരണമാണ് ലൈംഗികാതിക്രമങ്ങൾക്ക് കാരണം എന്ന വിചിത്രവും സ്ത്രീവിരുദ്ധവുമായ വാദവുമായി വൈസ് ചാൻസലർ വി നാഗരാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഷോർട്സ് ധരിക്കുന്നത് ശ്രദ്ധയാകർഷിക്കാനാണെന്നും ഇത് അതിക്രമങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നുവെന്നുമുള്ള VCയുടെ പരാമർശം കേവലം ഒരു വ്യക്തിഗത അഭിപ്രായമല്ല, മറിച്ച് ഇരകളെ കുറ്റപ്പെടുത്തുന്ന ഭീകരമായ ഒരു പൊതുബോധത്തിന്റെ പ്രതിഫലനമാണ്. ക്ലാസ് പ്രതിനിധികളുടെ യോഗത്തിൽ VC നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ ക്യാമ്പസിൽ ഇപ്പോൾ പ്രതിഷേധം ഇരമ്പുകയാണ്. വസ്ത്രത്തിനല്ല, നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കാണ് തകരാർ എന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുമ്പോൾ അത് VCക്കെതിരെ മാത്രമല്ല, കാലഹരണപ്പെട്ട ഇത്തരം ചിന്താഗതികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയായി മാറുന്നു. രസകരമായ വസ്തുത ഇതൊന്നുമല്ല. ഇതേ വ്യക്തി 2016 ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിൽ അധ്യാപകനായിരിക്കുമ്പോഴും സമാനമായ പരാമർശം നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. അന്ന് വിദ്യാർത്ഥികൾ ഷോർട്സ് ധരിച്ചെത്തി അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും കാലം എത്ര കഴിഞ്ഞിട്ടും തന്റെ സ്ത്രീവിരുദ്ധ നിലപാടിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നത്. സ്ഥാപനത്തിന്റെ തൽപ്പേര് വസ്ത്രധാരണത്തിലൂടെയാണ് അളക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു നിയമ പണ്ഡിതൻ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ലൈംഗികാതിക്രമങ്ങൾക്ക് കാരണം വസ്ത്രധാരണമാണോ അതോ അതിക്രമം നടത്തുന്നതിന്റെ വികലമായ മാനസികാവസ്ഥയാണോ? എന്തായാലും ഈ പ്രതിഷേധം കേവലം ഒരു ക്യാമ്പസിനുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. നിയമം പഠിപ്പിക്കുന്ന, നീതിയെക്കുറിച്ച് വാചാലനാകേണ്ട ഒരു വൈസ് ചാൻസലർ തന്നെ ഇരയാണ് കുറ്റക്കാരി എന്ന പൊതുബോധത്തെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോയത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ കൂടിയാണ്. വസ്ത്രത്തിന്റെ നീളം അളന്ന് സ്വഭാവം നിശ്ചയിക്കുന്നതും കുറ്റവാളിയുടെ മാനസികാവസ്ഥയ്ക്ക് പകരം ഇരയുടെ വസ്ത്രധാരണത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതും ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ബംഗളൂരുവിലെ പ്രതിഷേധത്തിന് ശേഷം 8 വർഷം പിന്നിടുമ്പോഴും മാറ്റമില്ലാത്ത VCയുടെ നിലപാടുകൾക്ക് വിദ്യാർത്ഥികൾ നൽകുന്ന മറുപടി ഒന്നു തന്നെയാണ്. മാറേണ്ടത് ഞങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ കണ്ണിലെയും ചിന്തയിലെയും വൈകല്യമാണ്. VC മാപ്പ് പറയുമോ അതോ സൽപ്പേര് എന്ന പുകമറയ്ക്ക് പിന്നിൽ ഈ വിവേചനത്തെ ഒളിപ്പിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. വിദ്യാർത്ഥികളുടെ ഈ പോരാട്ടം കേവലം വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ അന്തസ്സിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ളതാണ്.